പല മനുഷ്യരുമായിട്ടും നമ്മൾ ഇടപഴകാറുണ്ട്. നിത്യജീവിതത്തിൽ ചിലപ്പോൾ ചില ആളുകളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് തന്നെ പല രൂപത്തിലുള്ള വിഷമങ്ങൾ വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറയുന്നൊരു വാക്ക് എന്താ വെച്ചാൽ, ഞാനല്ലേ ചെയ്യുന്നത്, അത് നിനക്കെന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട വലിയ ഒരു വിഷയമുള്ളത്. ഒരാള് ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിനെ തന്നെയാണ് ആക്രമിക്കപ്പെടുന്നത്. രണ്ടാമത്, അദ്ദേഹം മറ്റൊരാളെ ആക്രമിക്കപ്പെടുന്നു. ഈ മറ്റൊരാളുടെ വ്യസനങ്ങൾക്കും അക്രമത്തിനും ഇരയാവുമ്പോൾ സത്യം പറഞ്ഞ ആ ചെയ്യുന്ന വ്യക്തി അയാളിൽ തന്നെയാണ് ആദ്യം ആക്രമിക്കപ്പെടുന്നത്. അയാളിൽ വരുന്ന ആ ഒരു പ്രയാസം, ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ താൻ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ള ഒരാൾക്കും ബുദ്ധിമുട്ടില്ലല്ലോ, ഞാനല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു മദ്യപിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. മദ്യപിക്കുക എന്നുള്ളത് സത്യത്തിൽ അയാളോട് തന്നെയാണ് തെറ്റ് ചെയ്യുന്നത്. അയാളോട് തെറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റാരെങ്കിലും ഒരാൾ അദ്ദേഹത്തിനോട് പറയുകയാണ്, നിനക്ക് ഈ മദ്യപാനം നിർത്തിക്കൂടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ മദ്യപിക്കുന്നു, ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് വേറെ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. ഈ ഒരു ഫസ്റ്റ് സ്റ്റേജാണത്. ഈ സ്റ്റേജിലൂടെ അദ്ദേഹം കുറച്ചങ്ങോട്ട് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ജോലിക്ക് പോകാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകും. പിന്നെ അദ്ദേഹത്തിന് പണമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ വീട്ടുകാരുമായിട്ട് അദ്ദേഹം എപ്പോഴും പ്രോബ്ലം വരും. ഈ പ്രശ്നങ്ങളും തല്ലുംപിടിയും വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫിനെ ഇത് ശരിക്ക് ബാധിക്കുകയും ആ വീട് ഒരു നരക തുല്യമാവുകയും ചെയ്യും. അപ്പോഴാണ് അത് മറ്റുള്ള ആളുകളിലേക്ക് അത് എടുക്കുന്നത്. പക്ഷെ ഫസ്റ്റ് സമയത്ത് ഇതിനെക്കുറിച്ച് ആരും ബോധവാന്മാരല്ല. എൻ്റെ ഇഷ്ടം, എൻ്റെ പണം, എൻ്റെ ആരോഗ്യം, ഈ ഒരു ചിന്തയായിരിക്കും ആദ്യ തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഇത് തുടർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിക്കുകയും അത് ആ കുടുംബത്തിന് വലിയ ഒരു ബാധ്യത ആയി മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളോട് തന്നെയാണ് അക്രമം കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളോട് അക്രമം കാണിക്കുന്നു. ഇങ്ങനത്തെ രണ്ട് സിറ്റുവേഷനെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുള്ളൂ. രണ്ടാമതായിട്ട് വരുന്നതാണ് മറ്റുള്ളവരോട് ചെയ്യുന്നത്. ഞാൻ അവരുടെ മേലേക്ക് കുതിര കയറുന്നു, ഞാൻ അവരെ വെറുതെ ചീത്ത പറയുന്നു, വഴക്കടിക്കുന്നു, അവരുടെ ചില സംഗതികൾ ഞാൻ തടഞ്ഞു വെക്കുന്നു. ഇങ്ങനെ ഓരോ പ്രവർത്തികൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ ഏരിയകളിലേക്ക് കയറി കൂടുകയും ഞാൻ അവരെ നിരന്തരം പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഈ രണ്ട് വിഷയങ്ങളെയും കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ പ്രവൃത്തി കാരണം എനിക്കോ മറ്റുള്ളവർക്കോ ഒരു ബുദ്ധിമുട്ട് വരുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും ചെയ്യാതെ എൻ്റെ ജീവിതത്തെ എങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് ഒരു ചിട്ടവട്ടമായി ഒരു ഒതുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ ജീവിതത്തെ ഏറ്റവും മനോഹരമായി കൊണ്ടുപോകാനും നമുക്ക് കഴിയട്ടെ.